കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തിനകത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്യമതസ്ഥനായിട്ടുള്ള ഒരു കുട്ടി ആ അമ്പലത്തിനകത്തേക്ക് അറിയാണ്ട് പ്രവേശിച്ചു പോയതാണ്. പക്ഷെ ഇതറിഞ്ഞ കുട്ടിയുടെ പാരൻസ് കുട്ടിയെ തലങ്ങും വിലങ്ങും തല്ലുന്നു, വഴക്ക് പറയുന്നു, ചീത്ത വിളിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങി, മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച് കുട്ടിയുടെ പാരൻസ് നേരെ പോയി അമ്പലത്തിലെ നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു. നമ്പൂതിരി ഇത് കേൾക്കുന്നു. നമ്പൂതിരി ഒരു പരിഹാരം പറയാണ്. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു അതിവിടുത്തെ സുബ്രഹ്മണ്യന് അല്ലെങ്കിൽ മുരുകന് സമർപ്പിച്ചാൽ മതി, കുട്ടിയുടെ എല്ലാ പ്രശ്നവും മാറും എന്ന് പറയുന്നു. അതുപോലെ കേട്ടത് പ്രകാരം കുട്ടിയുടെ പാരൻസ് പോയിട്ട് കുട്ടിയോട് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് ചോദിക്കുന്നു. കുട്ടി മഞ്ചാണ് പറയുന്നത്, നെസ്ലെ കമ്പനിയുടെ മഞ്ച്. അങ്ങനെ ആ മഞ്ച് കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അതോടെ കുട്ടിയുടെ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുവാണ്. ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയ വിശ്വാസികള് പിന്നീട് അമ്പലത്തിലേക്ക് വരുമ്പം ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നെസ്ലെ കമ്പനിയുടെ മഞ്ച് കയ്യിൽ പിടിക്കുകയാണ്. അങ്ങനെ ആ അമ്പലം പിൽക്കാലത്ത് മഞ്ച് മുരുകൻ എന്നുള്ള അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നലെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന പ്രേംലാൽ ഡയറക്റ്റ് ചെയ്ത സിനിമ കണ്ടു. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മഞ്ജു മുരുകനെ പറ്റിയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മഞ്ജു മുരുകൻ എന്ന പേരിൽ ഭയങ്കരമായിട്ട് അറിയപ്പെട്ട ആ ഒരു സംഭവം ഞാൻ ഓർത്തുപോയി പഞ്ചവത്സര പദ്ധതിയുടെ കഥ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സെറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കേണ്ട, പക്ഷെ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടിൽ നടന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടു മറന്നു പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ചേർത്ത് വെച്ചാൽ കണ്ടിരിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന തരക്കേടില്ലാത്തൊരു കൊച്ചു സിനിമയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു വിഷയമല്ലേ മഞ്ജു മുരുകൻ, അവിടെ മഞ്ചാണ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതെങ്കിൽ ഇവിടെ സിനിമയിൽ മഞ്ചിന് പകരം പോപ്കോൺ ആണ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. എങ്ങനെയാണ് പോപ്കോൺ ഒരു വഴിപാടിന് സമർപ്പിക്കുന്ന വസ്തുവായി മാറിയത്, വിശ്വാസികൾ എന്തുകൊണ്ടാണ് പോപ്കോൺ ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്നുള്ളതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഭയങ്കര സർക്കസ്റ്റിക് ആയിട്ട് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ മഞ്ജു മുരുകനെ കണ്ടിട്ടുള്ള, മഞ്ജു മുരുകനെ കുറിച്ച് കേട്ടിട്ടുള്ള കുറെ പേർക്ക് ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോൾ വീണ്ടും മഞ്ജു മുരുകൻ ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സിനിമയിലേക്ക് തന്നെ വരാം. നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ആ സിനിമയ്ക്കകത്തുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്കകത്ത് ലാലി ചേച്ചി അഭിനയിക്കുന്നു. ലാലി PM നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ നമ്മുടെ മക്കളുടെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചിയാണ് ലാലി ചേച്ചി. ലാലി ചേച്ചി അഭിനയിക്കുന്നു, അതുപോലെ തന്നെ ജോളി ചിറയത്ത് അഭിനയിക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ സിനിമ പ്രധാനമായിട്ടും കാണാൻ വേണ്ടി തിരഞ്ഞെടുത്തത് തന്നെ. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഈ സിനിമ ഞാൻ കണ്ടില്ലായിരുന്നു എങ്കിൽ ഒരു വലിയ നഷ്ടമാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സിനിമയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സോഷ്യൽ സെറ്റയർ ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പെട്ടെന്ന് ദൈവങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്, എങ്ങനെയാണ് ആൾ ദൈവങ്ങൾ പിറവിയെടുക്കുന്നത് തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ മുമ്പ് നമ്മുടെ പ്രിയനന്ദനൻ സർ കാവ്യ മാധവനെ നായികയാക്കിയിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയുണ്ടായിരുന്നു ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളായ മകന്റെ അച്ഛൻ, ഈ സിനിമകളിലെല്ലാം ആൾ ദൈവങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ആൾ ദൈവത്തെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്ന ഞാൻ കാണുന്ന നല്ല സിനിമയാണ് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കഥ ഭയങ്കര പുതുമയുള്ള കഥയാണെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ സാധാരണമായ ഒരു കഥ, നമുക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ പറയാൻ പറ്റും. സിനിമ കാണുമ്പോഴേ നമുക്കറിയാം സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, സിനിമ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ കണ്ടിരുന്നു പോകും, എണീറ്റ് പോവില്ല പാതി വഴിയിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് പ്രതീക്ഷകളില്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പൊ മനുഷ്യർക്ക് വളരെ ഈസി ആയിട്ട് മേലനങ്ങാണ്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് തിരഞ്ഞെടുക്കാവുന്ന കാര്യമാണ് ഭക്തി, മതം, വിശ്വാസം. നമ്മുടെ രാഷ്ട്രീയം പോലും ഈ ഒരു പറയുന്ന മതത്തിനും ഭക്തിക്കും വിശ്വാസത്തിനും കീഴ്പ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ സിനിമ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സിജു വിൽസൺ ആണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിജുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അക്ഷയ സെന്റർ നടത്തുന്ന ചെറുപ്പക്കാരനാണ്. അയാള് നാട്ടിൽ ഭയങ്കര ജനകീയനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. മതവും വിശ്വാസവും എല്ലാം ഒരു ഗ്രാമത്തിന്റെ കച്ചവട വസ്തുവായി മാറുമ്പോൾ
അയാൾ ആ ഗ്രാമത്തെ എങ്ങനെയെല്ലാം രക്ഷിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ പ്രധാന വിഷയം. കുറേ സബായിട്ടുള്ള കുറേ പ്ലോട്ടുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും അനാവശ്യമായിട്ടുള്ള ഘടകം തന്നെയായിരുന്നു അത്. കാരണം സിജുവിന്റെ വ്യക്തി ജീവിതം കാണിക്കുന്നുണ്ട്, അയാളുടെ കുടുംബത്തെ കാണിക്കുന്നുണ്ട്, ഹരീഷ് പേങ്ങൻ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പം അത്തരം കുറേ സാധനങ്ങൾ വളരെ അനാവശ്യമായിട്ട് വന്നു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിനിമയിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഈ സിനിമയ്ക്കകത്ത് നമുക്കറിയുന്ന വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. നടൻ സുധീഷ് ഉണ്ട്, ലാലി ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ ജോളി ചേച്ചിയുണ്ട്, ഹരീഷ് പേങ്ങനുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. പക്ഷെ അവരൊക്കെ വളരെ രസമായിട്ട് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ സാധാരണമായിട്ടുള്ള അഭിനയമാണ്, ഒരു മിതത്വമുള്ള അഭിനയമാണ്. വളരെ നാട്ടുമ്പുറത്തുകാരായ ആളുകളായിട്ടാണ് അവരൊക്കെ അഭിനയിക്കുന്നത്. തങ്ങളൊക്കെ പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് പോലും തോന്നാത്ത വിധത്തിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമത്തിന്റെ ഇതിഹാസ കഥാപാത്രമായിട്ടുള്ള കലംബാസുരൻ, ആ കലംബാസുരന്റെ കാലടികൾ ഒരു മലയ്ക്ക് മുകളിൽ ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ മലയ്ക്ക് മുകളിലുള്ള കാലടികൾ ഒരു സുപ്രഭാതത്തിൽ ആളുകൾ കണ്ടെത്തുകയാണ്. അത് കണ്ടെത്തുന്നതോടെ എങ്ങനെയാണ് അത് ആളുകളെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ആളുകൾ ആ ഭക്തിയിലേക്ക് ചെന്നെത്തുന്നത്, അത് എത്രമാത്രം ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ സമകാലീന കേരളത്തിൽ കുറെ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയും യുക്തിയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതായത് ഭക്തിയെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് സിനിമ വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ചിത്രത്തിൽ കുറേയധികം അഭിനേതാക്കളുണ്ട്, പുതുമുഖങ്ങളായിട്ടുള്ള അഭിനേതാക്കളുണ്ട്. അവരെല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത് ബിനോയ് നമ്പാലയാണ്. പുള്ളിയാണ് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ളത്. ഏതായാലും ബിനോയ് നമ്പാല കണ്ടെത്തിയ അഭിനേതാക്കളെല്ലാം നല്ല അഭിനേതാക്കളാണ്. ആ പുതിയ ആളുകളൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ പോലും കാണുന്ന പ്രേക്ഷകർക്ക് യാതൊരു ബുദ്ധിമുട്ടും അവരുടെ അഭിനയം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ബിനോയ് നമ്പാലയുടെ ആ ഒരു ശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കണം. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ചിത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സജീവ് പാഴൂരാണ്. പുള്ളി വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഒതുക്കത്തിൽ എന്നാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. പ്രേംലാലിന്റെ ഡയറക്ഷനും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ട് പോയി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമയാണ്. സോഷ്യൽ സെറ്റയറാണ്. നമ്മൾ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് അകത്തുണ്ട്. സ്റ്റാർ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്ക് കാര്യമായിട്ട് നടക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ചിത്രം റിലീസ് ചെയ്ത് അതിന്റെ പിറ്റേന്ന് പറയുന്ന പോലെ പല ഷോയും നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷോ എടുത്ത് മാറ്റേണ്ട ഒരു സിനിമയൊന്നും അല്ല ഇത്. ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള, ഇഷ്ടപ്പെടുമെന്ന് പേഴ്സണലി എനിക്ക് ഉറപ്പുള്ളൊരു സിനിമയാണിത്. സമകാലീന സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പഞ്ചവത്സര പദ്ധതി.